നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തെ ആരാധനയിൽ നവീകരണ സഭയുടെ ചരിത്രമിറങ്ങുന്ന ഈ പുരാതന ദേവാലയത്തിൽ ആരാധനയിലും ദൈവവചന ശുശ്രൂഷയിലും സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ സാവകാശനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയതായിട്ടുള്ള ഇടവക വികാരി ബഹുമാനപ്പെട്ട ജിജി തോമസ് അച്ഛനോടും സഹാവികാരിമാരായിരിക്കുന്നതായുള്ള ജസ്റ്റിൻ പാപ്പച്ചൻ ജേക്കബ് അച്ഛനോടും റോഷൻ വി മാത്യൂസ് അച്ഛനോടും ഇന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതായുള്ള അലക്സ് പീറ്റർ അച്ഛനോടും ഇടവക ചുമതലക്കാരോടും സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പിൻ്റെ അംഗങ്ങളോടും സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ചുമതലക്കാരോടും ഇടവക ജനങ്ങളോടുമെല്ലാം എൻ്റെ സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കട്ടെ. ജസ്റ്റിൻ അച്ഛൻ തിരുവല്ല സെൻറ് തോമസ് ഇടവകയിൽ എൻ്റെ മുൻ വികാരിയായിരുന്നു. അച്ഛനുമായുള്ള സൗഹൃദം ഞങ്ങൾക്ക് കുടുംബമായി ഏറെ അനുഗ്രഹകരമായി. ജസ്റ്റിൻ അച്ഛനും നീതു കൊച്ചമ്മയും കുഞ്ഞുങ്ങളും ശുശ്രൂഷ ചെയ്യുന്നതായുള്ള ഈ ദേവാലയത്തിൽ കടന്നു വരുവാൻ ലഭിച്ചതായിട്ടുള്ള ഒരു അവസരം വലിയ സന്തോഷമായി ഞങ്ങൾ കാണുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ബോധമുള്ള ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമൻ. ഇന്ന് സീനിയർ സിറ്റിസൺസ് സൺഡേ ആണല്ലോ, മുതിർന്ന പൗരരുടെ ഞായർ. മുതിർന്ന പൗരർ ദൈവനീതിയുടെ മാതൃകയാകേണ്ടവർ, സീനിയർ സിറ്റിസൺസ് മോഡൽസ് ഓഫ് ഗാഡ്സ് റൈച്ചസ്നെസ് എന്ന ആണ് ഇന്നത്തെ ചിന്താവിഷയമായി സഭ സ്വീകരിച്ചിരിക്കുന്നത്. വാർദ്ധക്യം ഒരു യാഥാർത്ഥ്യമാണ്. പ്രായമല്ല, പ്രായോഗികതയാണ് ജീവിതത്തിൻ്റെ വിജയവും വിശുദ്ധിയും. പരസ്പരം ധൈര്യപ്പെടുത്തി ശക്തി പ്രാപിച്ച് ജീവിക്കുക, അതാകട്ടെ നമ്മുടെ ദൗത്യം. നമ്മുടെ ചില സാധ്യതകളിലേക്ക്, പോസിബിലിറ്റീസിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. പോസിബിലിറ്റീസ്, നോളജ്, അറിവ്. നാം വൃദ്ധരാണ്, വൃദ്ധിയുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്, പഠിപ്പുള്ളവരാണ്, അനുഭവപരിചയമുള്ളവരാണ്. We are consultants because we are experienced. Accessibility. സീനിയേഴ്സിന് എവിടെയും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പ്രവേശിക്കാൻ പാടില്ലാത്തയിടങ്ങളിൽ പ്രവേശിക്കരുത്, പ്രവേശനം അനാവശ്യമാകരുത് എന്ന് മാത്രം. കുടുംബങ്ങളിലായാലും പള്ളിയിലായാലും പള്ളിക്കൂടത്തിലായാലും പട്ടണത്തിലായാലും ആരെങ്കിലും തമ്മിൽ, രണ്ട് കൂട്ടർ തമ്മിൽ ആശയക്കുഴപ്പമുണ്ടായാൽ, വാക്കുതർക്കമുണ്ടായാൽ അവിടെ ഒരു മുതിർന്ന വ്യക്തിയുടെ പക്വമായ ഇടപെടലിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിയും. കോമ്പിറ്റൻസി. മുതിർന്നവർ കഴിവുള്ളവരാണ്, പരിജ്ഞാനമുള്ളവരാണ്, പ്രാപ്തിയുള്ളവരാണ്, കാര്യക്ഷമതയുള്ളവരാണ്. മുതിർന്നവരുടെ കഴിവുകളെ, പരിജ്ഞാനത്തെ, കാര്യക്ഷമതയെ, പ്രാപ്തിയെ ഒക്കെ ഫലപ്രദമായി ഈ നാളുകളിൽ ഉപയോഗിക്കാം, ഉപയോഗിക്കപ്പെടണം. അക്വിൻറ്റൻസ്, ബന്ധങ്ങൾ, പരിചയം, പരിചയസമ്പത്ത്, പരിചയക്കാർ ഒക്കെ നമ്മുടെ ഈ അനുഭവങ്ങളൊക്കെ പുതുതലമുറയ്ക്ക് പ്രയോജനകരമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. സ്റ്റെബിലിറ്റി. ഏതിനെപ്പറ്റിയും എന്തിനെപ്പറ്റിയും മുതിർന്നവർക്ക് സ്ഥായിയായ ചില നിലപാടുകൾ ഉണ്ടായിരിക്കും. വൊക്കാബുലറി. ഒരു ഭാഷയിലെ ഉള്ള ഒരാളുടെ അറിവിലുള്ള പദാവലി ഭാഷയിലും സാഹിത്യ സൃഷ്ടികളിലും തെറ്റുകൾ കറക്റ്റ് ചെയ്യുവാൻ സഹായകരമാകും. നമ്മുടെ അറിവുകൾ, അനുഭവങ്ങൾ, അനുഭവപരിചയമെല്ലാം മറ്റുള്ളവർക്ക് പ്രയോജനമാകാൻ നമ്മുടെ ജീവിത സായാഹ്നത്തെ പ്രയോജനപ്പെടുത്താം. പരിമിതികൾ ഉണ്ട് എങ്കിലും
പരിമിതികളെ നമുക്ക് സാധ്യതകളാക്കി മാറ്റാം. പരിമിതികളെ സാധ്യതകളാക്കി മാറ്റിയ അനേകരെ പറ്റി ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന ബാലകൻ, അവൻ്റെ കയ്യിൽ 5 അപ്പമേ ഉള്ളൂ, ബാലകനാണ് എന്നത് അവൻ്റെ പരിമിതിയായിരുന്നു. പക്ഷേ അവൻ്റെ പരിമിതമായ റിസോഴ്സസ് ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ചപ്പോൾ ആയിരങ്ങൾക്കത് പ്രയോജനമായി തീർന്നു. ശെഖരിയാവും എലിസബത്തും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കുറ്റമില്ലാത്തവരുമായിരുന്നു. ഇരുവർക്കും വയസ്സ് ചെന്നവരും കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് ലോകം പറഞ്ഞു. അവരുടെ പരിമിതികളെക്കുറിച്ച് അവർക്ക് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, പരിമിതികളെ സാധ്യതകളാക്കുന്ന ദൈവം ശെഖരിയാവിനും എലിസബത്തിനും വാർദ്ധക്യത്തിൽ ഒരു മകനെ നൽകി. അവനാണ് യേശു മശിഹായിക്ക് മുന്നോടിയായി കടന്നു വന്ന സ്നാപക യോഹന്നാൻ. നമുക്ക് ആയുസ് നീട്ടിത്തന്നിരിക്കുന്നത് തന്നിരിക്കുന്ന ഓരോ ദിവസവും ചില ദൗത്യങ്ങൾ കൂടി നിർവഹിക്കപ്പെടുവാനാണ്. അതുകൊണ്ട് ആ വലിയ ബോധ്യത്തോടെ, ജ്ഞാനത്തോടെ, വിവേകത്തോടെ ആയുസ്സിലെ തുടർന്നുള്ള ദിനങ്ങൾ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് 1-ാം പാഠഭാഗമായി വായിച്ചു കേട്ടത് ലേവ്യ പുസ്തകം 9-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളായിരുന്നു. യഹോവയായ എൻ്റെ വിശുദ്ധ മന്ദിരത്തോട് ഭയഭക്തിയുള്ളവരായിരിക്കണം, വാർദ്ധക്യത്തിലുള്ളവരെ ബഹുമാനിക്കുകയും വന്നു പാർക്കുന്ന പരദേശികളെ സ്നേഹിക്കുകയും വേണം. 2-ാം പാഠഭാഗമായി നാം വായിച്ചു കേട്ടത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളായിരുന്നു. അതിലെ 1 മുതൽ 4 വരെയുള്ളതായിട്ടുള്ള വാക്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായ കീഴ്വഴക്കം അഭ്യസിക്കുക എന്നത് മനുഷ്യാവശ്യമാണ്. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുക എന്ന കീഴ്വഴക്കം അഭ്യസിക്കുന്നത് എന്നത് മനുഷ്യാവശ്യമാണ്, കുടുംബത്തിൻ്റെ ആവശ്യമാണ്. അതേസമയം തന്നെ പിതാക്കന്മാർ മക്കളെ പ്രകോപിപ്പിക്കാതെ അവർ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റെന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സ്നേഹത്തോടും വിവേകത്തോടും കൂടി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നതും ദൈവേഷ്ടമാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു. ലേഖനഭാഗമായി നാം വായിച്ചു കേട്ടത് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ളതായിട്ടുള്ള വാക്യങ്ങളായിരുന്നു. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമില്ല. ആഡംബരത്തിനുള്ള പരക്കം പാച്ചിലിനെ ഈ വാക്യം വെല്ലുവിളിക്കുകയാണ്. പ്രശസ്ത എഴുത്തുകാരനായ റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകം ഉണ്ട്. അതിൻ്റെ പേര് ഹു വിൽ ക്രൈ വെൻ യു ഡൈ. ഹു വിൽ ക്രൈ വെൻ യു ഡൈ. അതിൻ്റെ മലയാളം പരിഭാഷയാണ് നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും. നാം ചിന്തിച്ചിട്ടുണ്ടോ, നാം മരിക്കുമ്പോൾ ആത്മാർത്ഥമായി കരയാൻ ആരെങ്കിലും ഉണ്ടാകുമോ? 2 പുസ്തകവും ഇന്ന് മാർക്കറ്റിൽ, ബുക്ക് ഷോപ്പിൽ ലഭ്യമാണ്. ഏറെ ചിന്തിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട സന്ദേശം റോബിൻ ശർമ്മ പകർന്നു തരുകയാണ്. ഒരു പഴഞ്ചൊല്ലിങ്ങനെയുണ്ട്: നിങ്ങൾ ജനിച്ചപ്പോൾ ലോകം ചിരിച്ചു, നിങ്ങൾ കരഞ്ഞു. നമുക്കറിയാം, ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഏറെ സന്തോഷം. അവർ സ്വീറ്റ്സ് എല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും കുഞ്ഞ് കരയുകയാണ്. ഇനി നിങ്ങൾ മരിക്കുമ്പോൾ ലോകം ആത്മാർത്ഥമായി വേദനയോടെ കരയുകയും നിങ്ങൾ ചിരിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഇന്ന് ജീവിക്കുക. സുവിശേഷ ഭാഗമായി നാം വായിച്ചു കേട്ടത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 38 വരെയുള്ള ഭാഗങ്ങളാണ്. നാം വിശദമായി അത് വായിച്ചു കേട്ടു.
പൈതലായ യേശു ദൈവാലയത്തിൽ ദൈവജനത്തിൻ്റെ ഭാഗമായി തീരുന്നു. ഇവിടെ ശിമ്യോനും ഹന്നായും കടന്നു വരും. ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി, വീണ്ടെടുപ്പിനായി കാത്തിരുന്നവരായിരുന്നു ഈ ശിമ്യോനും ഹന്നായും. അത് സംഭവിച്ചപ്പോൾ അവർ അത് തിരിച്ചറിയുകയും ചെയ്തു. ശിമ്യോൻ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായ ഒരു പ്രവാചകനായിരുന്നു. ഹന്ന ഒരു പ്രവാചകിയുമായിരുന്നു. ഇരുവരും യേശുവിന് സാക്ഷ്യം വഹിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 29 മുതലുള്ള ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. 38-ാം വാക്യം. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. വടക്കൻ കേരളത്തിൽ നടന്ന ഒരു സംഭവ കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ധാരാളം കമുക് ഉള്ള പ്രദേശം. ഒരിടത്ത് കുട്ടികൾ കളിക്കുകയാണ്. കമുക് മരത്തിൽ ഏറ്റവും ഉയരത്തിൽ കയറാൻ കഴിയുന്നതാണ് അന്നത്തെ മത്സരം. പലരും പാതി വഴിയിലെത്തിയപ്പോൾ താഴേക്ക് പോന്നു. ഒരു കുട്ടി മാത്രം കമുകിൻ്റെ തലപ്പത്തെത്തി വിജയിയായി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നതായൊരു വഴിപോക്കൻ അവനോട് ചോദിച്ചു, കുഞ്ഞെ, നിനക്ക് മാത്രം ഈ കമുകിൻ്റെ തലപ്പത്തെത്തുവാൻ കഴിഞ്ഞതെങ്ങനെയാണ്? അതിൻ്റെ മുകളിലെത്തുവാൻ കഴിഞ്ഞതെങ്ങനെയാണ്? വിജയിച്ചതായിട്ടുള്ള കുട്ടി പറഞ്ഞു, മറ്റുള്ളവരെല്ലാം കയറുന്നതിനിടയിൽ തങ്ങൾ എത്ര ഉയരത്തിലെത്തി എന്നറിയാൻ ഇടയ്ക്ക് താഴേക്ക് നോക്കി. അപ്പോൾ അവർ പേടിച്ച് ബ്ലും എന്നും പറഞ്ഞ് താഴേക്ക് പോന്നു. ഞാൻ മുകളിലേക്ക് മാത്രമേ നോക്കിയുള്ളൂ, അതുകൊണ്ട് ഞാൻ താഴെ വന്നില്ല. എനിക്കൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, കമുകിൻ്റെ മുകളിലെത്തുക എന്നത്. ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരുടെ മുന്നിൽ 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ താഴേക്ക് നോക്കി പരിഭ്രാന്തരാവുക, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കി ആവേശഭരിതരാവുക. ദീർഘദൂരം യാത്രക്കിറങ്ങുന്ന പലരും പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നത് ഇത്ര ദൂരം യാത്ര ചെയ്തിട്ടും ഒരിടത്തും എത്തിയില്ലല്ലോ എന്ന ആകുലത കൊണ്ടാണ്. പിന്നിട്ട വഴികളേക്കാൾ പ്രധാനമാണ് പിന്നിടുവാനുള്ള വഴികൾ. കൊടുമുടിയുടെ മുകളിൽ നിൽക്കുമ്പോൾ ആഴങ്ങളേക്കാൾ ആസ്വദിക്കേണ്ടത് ഉയരങ്ങളെയാണ്. കീഴോട്ട് നോക്കുമ്പോഴാണ് കൈകാലുകൾ വിറയ്ക്കുക. മുകളിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളിലേക്ക് അടുക്കുന്നതായി തോന്നും. വിശ്വാസ ജീവിതയാത്രയും ഏതാണ്ട് ഇതുപോലെയാണ്. നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നതായുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടണം. വിശ്വാസയോട്ടം സ്ഥിരതയോടെ ആകണമെങ്കിൽ ഒന്നാമതായി സകല ഭാരവും മുറുകെ പറ്റുന്നതായുള്ള പാപവും വിട്ടുകളയണം. രണ്ടാമതായി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. വിശ്വാസ ജീവിതം കൊണ്ടും പ്രാർത്ഥനാനുഭവം കൊണ്ടും വാർദ്ധക്യത്തെ ശ്രേഷ്ഠമാക്കിയ 2 വ്യക്തികളായിരുന്നു ശിമ്യോനും ഹന്നായും. ശിമ്യോൻ സംതൃപ്തമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. ശിമ്യോൻ്റെ ജീവിത സായാഹ്നം ശ്രദ്ധിക്കുക. ശിമ്യോൻ്റെ ജീവിത സായാഹ്നം സംതൃപ്തമായിരുന്നു. യേശു എന്ന പൈതലിനെ തൻ്റെ കരങ്ങളിലേന്തി പ്രാർത്ഥിക്കുവാൻ ശിമ്യോന് ലഭിച്ച അവസരം അസുലഭ ഭാഗ്യമാണ്. മറ്റാർക്കും അങ്ങനെ ഒരു അവസരം ലഭിച്ചതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. ഹന്ന ഇസ്രായേലിൻ്റെ ആശേർ ഗോത്രത്തിൽ പെട്ട ഫനുവേലിൻ്റെ മകളായിരുന്നു. ഫനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുഖമെന്നാണ്. ഫനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുഖമെന്നാണ്. വാർദ്ധക്യത്തിൽ നമ്മുടെ മുഖം ഹന്നായുടെ മുഖം പോലെ
ദൈവത്തിൻ്റെ മുഖം പോലെ ആകണമെന്നായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. ഹന്ന ദൈവാലയത്തിൽ ദൈവത്തോട് ചേർന്ന് ആരാധനയിൽ പങ്കെടുത്ത് നിർവൃതി അണയുകയായിരുന്നു. ദൈവത്തിൻ്റെ മനോഹാരിതയിലേക്ക്, സൗന്ദര്യത്തിലേക്ക് നമ്മെ വളർത്തുന്നതാണ് ആരാധന. ദൈവത്തോട് ചേർന്ന് പടിപടിയായി, ഗ്രാജുവലായി ദൈവിക സൗന്ദര്യത്തിലേക്ക് വളരുന്നതാണ് ആരാധന. ഒടുവിൽ ദൈവിക സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവീയ സന്നിധിയിലേക്ക് നാം ചേരും. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതായില്ല നമ്മെ ഓരോരുത്തരെയും അവൻ്റെ സ്വരൂപത്തിലേക്ക് ദിവസം തോറും അവൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിമ്യോനും ഹന്നായും തങ്ങളുടെ മരണത്തിന് മുൻപ് രക്ഷകനായ യേശുവിനെ കാണുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹവും പ്രതീക്ഷയും സ്വപ്നവും രക്ഷകനെ കാണുക, രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുക എന്നതായിരിക്കണം. രക്ഷകനെ കണ്ടപ്പോൾ പ്രത്യാശയോടെ ലോകത്തിൽ നിന്ന് പുറപ്പെടുവാനുള്ള ആത്മധൈര്യവും ആത്മസംതൃപ്തിയും അവർക്ക് ലഭിച്ചു. പ്രിയരെ, രക്ഷകനെ കണ്ടവർക്ക് സമാധാനത്തോടെ ഈ ലോകത്തിൽ നിന്ന് വിട വാങ്ങുവാനായിട്ട് കഴിയും. ഞങ്ങളുടെ ഇടവുകാരി ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് അച്ഛൻ പറയാറുണ്ട്, മരണഭയമല്ല മരണബോധമാണ് നമുക്ക് ആവശ്യം. മരണഭയമല്ല മരണബോധമാണ് നമുക്ക് ആവശ്യം. വിശുദ്ധനായ പൗലൂസിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രബോധനം, അന്ത്യവാക്കുകൾ ശ്രദ്ധേയമാണ്. 2 തിമോത്തിയോസ് 4 അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഇതാകട്ടെ നമ്മുടെ സാക്ഷ്യം. ശിമ്യോനെ പോലെയും ഹനയെ പോലെയും നമ്മുടെ ജീവിത സായാഹ്നം കർത്താവിനെ കണ്ട് തൃപ്തി അടഞ്ഞ് ജീവിതത്തിൻ്റെ സാഫല്യം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അവരെയും സഹായിക്കട്ടെ. എന്തു ഞാൻ നിനക്കു നൽകും വീണ്ടെടുത്ത ദൈവമേ, ഏഴയായി ഞാൻ കിടന്നു, എന്നെ തേടി ചേർത്തവ